Hi all, welcome to and Learn Tutorials K2 2019 സ്കീമിലുള്ള S6 സിവിൽ സ്റ്റുഡൻസിൻ്റെ ഇലക്റ്റീവ് 1 ആയിട്ടുള്ള ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ മൊഡ്യൂൾ 5 ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 4 വരെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ മൊഡ്യൂളാണ്. ആൻഡ് ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ള പോർഷൻസ് തന്നെയാണ്. ആൻഡ് ഇതും നമ്മുടെ മുമ്പത്തെ മൊഡ്യൂൾ പോലെ തന്നെ ഈസി ആയിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റ് കുറച്ചും കൂടി ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് വരുന്നത്. പ്രോബ്ലംസ് ഇല്ല എന്നല്ല, പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ കൂടുതലും നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ഒരു തിയറി പോലെ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ആൻഡ് എനിക്ക് കുറേ സ്റ്റുഡൻസ് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് അവർക്ക് വീഡിയോസ് കാണാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. സോ നമ്മളിതൊരു ട്യൂട്ടോറിയൽ, ഒരു ട്യൂഷൻ പോലെയാണ് എടുക്കുന്നത്. സോ അങ്ങനെ വീഡിയോ വേണ്ടവർ എന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്നെങ്കിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. സോ നമുക്ക് ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഈ 5th മൊഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് 5th മൊഡ്യൂളിൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രഷർ മീറ്റർ ടെസ്റ്റ്, അതിൻ്റെ പ്രൊസീജിയർ, യൂസസ്, ലിമിറ്റേഷൻസ് പഠിക്കാനുണ്ട്. ഫ്ലാറ്റ് ഡയലക്ട്രോമീറ്റർ ടെസ്റ്റ്, ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ മതി. പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്, അതിൻ്റെ പ്രൊസീജിയർ, യൂസസ്, ലിമിറ്റേഷൻസ്. ഈ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിനകത്ത്. ആൻഡ് അടുത്തത് മോഡൽസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ, അത് ഇതിനകത്ത് തന്നെ വരുന്ന ഒരു പോർഷനാണ്. ആൻഡ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൻ്റെ ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. റോക്ക് കോർ സാമ്പിളിംഗ്, റോക്ക് ക്വാളിറ്റി ഡെസിഗ്നേഷൻ, കോർ റിക്കവറി റേഷ്യോ, ഇത് നമുക്ക് ന്യൂ ആയിട്ടുള്ള പുതിയ ഒരു ടോപ്പിക്കാണ്. ആൻഡ് ലാസ്റ്റ് വൺ ബോർലോഗ്, സോയിൽ പ്രൊഫൈൽ, സബ് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രഷർ മീറ്റർ ടെസ്റ്റ്. A pressure meter test is a geotechnical field test used to determine the in situ stress strain properties of soils. The test involves the use of a device called a pressure meter. ഈ പ്രഷർ മീറ്റർ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫീൽഡിൽ നടത്തുന്ന, അതായത് സൈറ്റിൽ വെച്ച് ഫീൽഡിൽ നടത്തുന്ന ഒരു ലബോറട്ടറി ടെസ്റ്റ് അല്ല, പകരം ഇത് എന്താണ്, നമ്മൾ ഫീൽഡിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ്. ആൻഡ് ഈ ഒരു ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഡിവൈസിനെ പറയുന്ന പേരാണ് പ്രഷർ മീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പ്രഷർ മീറ്റർ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ റൂമിലൊക്കെയുള്ള പില്ലോ ഇല്ലേ, നമ്മൾ ഈ പില്ലോയിലേക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് നമ്മൾ അതിനെ ഞെക്കുവാണെങ്കിൽ ആ പില്ലോയുടെ ഷേപ്പ് മാറില്ലേ, അതായത് അവിടെ നമ്മളൊരു പുഷ് കൊടുക്കുമ്പോൾ, അതായത് ഒരു പ്രഷറാണ് നമ്മൾ കൈ വെച്ച് കൊടുക്കുന്നത് ആ പില്ലോയിലേക്ക്, അപ്പോൾ ആ പില്ലോയ്ക്ക് ഒരു ഡീഫോമേഷൻ അല്ലെങ്കിൽ ഒരു കുഴി അവിടെ വരില്ലേ. സോ ആ സെയിം രീതിയിൽ തന്നെ നമ്മുടെ പില്ലോ എന്ന് പറയുന്നത് നമ്മുടെ സോയിലായിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് നമ്മുടെ ഹാൻഡിന് പകരം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്, പ്രഷർ മീറ്റർ ആണ്. ആൻഡ് ഈ ഒരു പ്രഷർ മീറ്റർ വെച്ചിട്ട് നമ്മൾ സോയിലിലേക്ക് ഒരു പ്രഷർ കൊടുക്കും. അങ്ങനെ ഒരു പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ ആ സോയിലിന് കുറച്ച് ഡീഫോമേഷൻസ് സംഭവിക്കും. അങ്ങനെ അപ്പോൾ ഡീഫോമേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ അവിടെയുള്ള ആ സ്ട്രെയിൻ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് വൺ മോർ തിങ്, ഞാൻ എല്ലാ മൊഡ്യൂളും പഠിപ്പിക്കാൻ നേരത്തും പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഇതിലും പറയാനുള്ളത്. ഫിഗർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗറിന് നല്ലപോലെ മാർക്ക് നമുക്ക് കിട്ടും. സോ ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഈ ഒരു പ്രഷർ മീറ്ററിൻ്റെ. ആൻഡ് ഇത് എന്തായാലും വരയ്ക്കാൻ പഠിക്കണം. ഈസി ആയിട്ടുള്ള ഒരു ഫിഗറാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുമെങ്കിലും അല്ല, ഈസി ആയിട്ടുള്ളൊരു ഫിഗറാണ്. ഇനി നമ്മുടെ പ്രഷർ മീറ്റർ കണ്ടെയ്ൻസ് 3 പാർട്സ്, നെയിംലി പ്രോബ്, ട്യൂബിംഗ്, കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, നമ്മുടെ പ്രഷർ മീറ്റർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 3 പാർട്സ് ആണുള്ളത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്, പിന്നെ അടുത്ത ട്യൂബിംഗ്, കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഞാനത് ഈ ഫിഗറിനകത്ത് കാണിച്ചു തരാവേ. അതായത് ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ ഈ കാണുന്നതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. വോളിമീറ്റർ കൺട്രോൾ യൂണിറ്റ് ആണ്. ഇതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ്. ആൻഡ് ഈ ഒരു പോയിരിക്കുന്ന ഈ കോയിൽ പോലത്തെ സംഭവമില്ലേ, ഇതാണ് നമ്മുടെ ട്യൂബിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെയുള്ള ഈ ഒരു സിലിണ്ടറിക്കൽ പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ സിലിണ്ടറിക്കൽ പോർഷൻ ആണ് നമ്മുടെ പ്രോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആദ്യം നമുക്ക് പ്രോബിനെ പറ്റി നോക്കാം. Cylindrical probe can be inflated radially by water pressure. The probe consists of 3 independent chambers which are stacked one above the other with inflatable membranes. The chambers are held together at top and bottom by steel disc with a rigid hollow tube at the center.
അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഈ പ്രോബിനെ പറ്റിയാണ്. ഈ പ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ടൂളാണ്. ഈ ഒരു ടൂളാണ് നമ്മൾ നമ്മുടെ സോയിലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് എന്തുമാത്രം ഡെപ്തിലാണോ നമ്മുടെ സോയിലിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സോയിലിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കേണ്ടത്, അത്രയും ഡെപ്തിലേക്ക് നമ്മൾ ഈ സിലിണ്ടറിക്കൽ പ്രോബിനെ ഇൻസേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി ഈ പ്രോബിന്റെ ഇൻസൈഡിൽ ഇവർ പറയുന്നുണ്ട് 3 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചേമ്പേഴ്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോബിന് ഈ ചേമ്പേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റാക്ട് വൺ അബൌവ് ദി അതർ, ഒന്നിന് മേലായിട്ട് ഒന്ന് പോലെ ഒരു കപ്പ് അടുക്കി വെക്കണ പോലെ ഒന്നിന് മേലായിട്ട് ഒന്ന് ഈ ഒരു ഫിഗറിനകത്ത് കണ്ടോ, അതായത് ഒന്നിന് മേലെ ഒന്നായിട്ട് ഇത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുമായിരിക്കും. ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, നമ്മൾ ഈ തൊട്ട് മുമ്പത്തെ ഫിഗറിൽ കണ്ട ഈ ഒരു പോർഷൻ ഇല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഈ താഴെയുള്ള ഈ ഒരു പോർഷൻ, ഇതിനെ ഒന്ന് വലുതാക്കിയേക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറും നമ്മൾ വരയ്ക്കണം. ഇങ്ങനെ ഒരു ഫിഗർ നമ്മൾ ആദ്യം പ്രഷർ മീറ്ററിന്റെ ഒരു ഫിഗർ വരച്ചിട്ട് ഇതിനെ വീണ്ടും വലുതാക്കി എടുത്ത് വരയ്ക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അത് വീണ്ടും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി നമ്മുടെ പ്രഷർ മീറ്ററിന്റെ ഡയഗ്രാം വരയ്ക്കാൻ നേരത്തെ തന്നെ നമ്മളിത് പഠിച്ച ഒരു ഫിഗർ തന്നെയാണ്, അതിനകത്തുള്ള ഒരു പാർട്ടാണ്, അതിനെ നമ്മൾ വലുതാക്കി കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് പറഞ്ഞു വന്നത്, പ്രോബ് എന്ന് പറയുന്നതിന് 3 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചേമ്പേഴ്സ് ഉണ്ട്. അതിങ്ങനെ ഒന്നിന് മേലെ ഒന്നായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി they have inflatable membranes എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചേമ്പേഴ്സിന് ഇൻഫ്ലേറ്റബിൾ മെംബ്രെയിൻസ് ഉണ്ട്. ഈ ഇൻഫ്ലേറ്റബിൾ മെംബ്രെയിൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും വെൻ വി പമ്പ് വാട്ടർ ഓർ ഗ്യാസ് ഇൻ ടു ദം. നമ്മൾ എന്തെങ്കിലും ഒരു ഗ്യാസോ വാട്ടറോ ഒക്കെ ഇതിനകത്തേക്ക് പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ചേമ്പേഴ്സിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പം നമ്മൾ ഒരു ബലൂൺ എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഗ്യാസ് നിറയ്ക്കുകയല്ലേ ചെയ്യണേ, അപ്പം എന്താണ്, ആ ബലൂൺ വീർത്ത് 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 വരും. ആ സെയിം കണക്കിന് തന്നെ ഈ ഒരു പ്രോബിൻ്റെ അല്ലെങ്കിൽ ഒരു ചേമ്പറിലേക്ക് നമ്മൾ ഗ്യാസ് പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇൻഫ്ലേറ്റബിൾ മെംബ്രെയിൻസ് ഉള്ളത് കൊണ്ട് ഇത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ആ സോയിൽ എന്താണ്, അതായത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ദേ ഇങ്ങനെ ഒരു സിലിണ്ടർ പോലത്തെ ഒരു സാധനമാണ്, അതിന് ഒന്നിന് മേലെ ഒന്നായിട്ടെന്നുള്ള രീതിയിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുവാന്ന് വിചാരിച്ചു. ഇതിപ്പോ ദേ ഇങ്ങനെ ഒരു സോയിലിന്റെ ഉള്ളിലാണ് ഇത് ഇരിക്കണേന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫ്ലേറ്റബിൾ ഈ റൗണ്ടിലുള്ള ഈ സാധനം ഇല്ലേ, ഇതിങ്ങനെ വീർത്ത് കഴിഞ്ഞാൽ എന്താണ്, അത് ഇവിടെ ഇപ്പൊ ഈ സൈഡിലുള്ള ഇവിടെയുള്ള സോയിലൊക്കെ ഇല്ലേ, എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയുള്ള സോയിലൊക്കെ തള്ളി തള്ളി ഇങ്ങോട്ട് നീങ്ങില്ല. അതായത് സോയിലിന് ഒരു ഡീഫോർമേഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇനി the chambers are held together at top and bottom by steel disc with a rigid hollow tube at the center. ഇനി ഈ ഒരു ചേമ്പേഴ്സിന്റെ ടോപ്പിലും ബോട്ടത്തിലുമായിട്ട് എന്താണുള്ളത്, ടോപ്പിലും ബോട്ടത്തിലുമായിട്ട് സ്റ്റീൽ ഡിസ്കുകൾ വെച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ എന്താണ്, ഒരു റിജിഡ് ഹോളോ ട്യൂബ് ആ സെന്ററിലും കൊടുത്തിട്ടുണ്ടാവും, ഒരു ഹോളോ ട്യൂബ് സെന്ററിലും കൊടുത്തിട്ടുണ്ടാവും. ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ട് എന്താണെന്ന് നോക്കാം. The top and bottom chambers protect the middle chamber from the end effects caused by the finite length of the apparatus, and these are known as guard cells. ഇനി നമ്മുടെ ഈ പ്രോബ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണം, അത് നമുക്ക്, അതായത് അതിൻ്റെ വർക്ക് അത് കറക്റ്റ് ആയിട്ടാണ് ഇഫക്റ്റീവ്ലി ആണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മേക്ക് ഷുവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, നമ്മൾ ഈ ഒരു പ്രോബിനെ പ്രൊട്ടക്ട് ചെയ്യണം. എന്തെങ്കിലും ഒരു എററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഡിഫക്റ്റുകളോ കാര്യങ്ങളോ വരാതെ നമ്മൾ ആ പ്രോബിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, ഈ ഗാർഡ് സെൽസ് ഉള്ളത്. ഈ ഗാർഡ് സെൽസ് എന്ന് പറയുന്നതാണ് ഈ പ്രോബിന് ഒരു ബോഡി ഗാർഡ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ പ്രോബിന്റെ ടോപ്പിലും ബോട്ടത്തിലുമായിട്ടായിരിക്കും ഇത് ഉണ്ടാവുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ചേമ്പറിനെ എന്താണ്, മിഡിൽ ചേമ്പറിനെ ഷീൽഡ് ചെയ്യും, അതായത് പ്രൊട്ടക്ട് ചെയ്യും. ഈ മിഡിൽ ചേമ്പർ എന്ന് പറയുന്നതിനെയാണ്, അതായത് മിഡിൽ ചേമ്പർ വിത്ത് ദ എൻഡ് സെൽസ് ടുഗദർ ഈസ് കോൾഡ് പ്രോബ്. അതായത് നമ്മുടെ ആ മിഡിൽ ചേമ്പറും ഈ ഫിഗറിൽ കാണുന്നത് ഈ ഒരു മിഡിൽ ചേമ്പറിൽ ഈ മിഡിൽ വണ്ണും ആൻഡ് ഇതിന്റെ എൻഡിലായിട്ടുള്ള ഈ സെൽസും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോബ്. PROB ആണ് വരുന്നത്. PROB എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിനെയാണ് നമ്മൾ പറയുന്നത്, ആ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള സാധനത്തെ. അതിന്റെ ഉള്ളിലുള്ള ഈ 3 കാര്യങ്ങളാണ് പിന്നെ നമ്മൾ പറയുന്ന ചേമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ മിഡിൽ വണ്ണിനെയാണ് നമ്മൾ PROB പ്രോബ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, മിഡിൽ ചേമ്പർ വിത്ത് എൻഡ് സെൽസ് ടുഗദർ ഈസ് കോൾഡ് ദ പ്രോബ് എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റോ വരുന്നതിൽ നിന്ന് ഈ മിഡിൽ ചേമ്പറിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാമെന്നതാണ് ആര്, ഈ ഗാർഡ് സെൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് കൺട്രോൾ യൂണിറ്റ് എന്താണെന്നും ട്യൂബിംഗ് എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. A control unit is set up near the borehole and is connected to tubing by hollow cables to control the pressure in the cells by pumping water and gas as well as to read the result of the test. Okay, അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് ട്യൂബിംഗ് എന്താണെന്ന് നോക്കാം.
അതായത് നമ്മുടെ പ്രോബ് എന്ന് പറയണതില്ലേ, പ്രോബിന് അതായത് നമ്മൾ പറഞ്ഞു പ്രഷർ മീറ്ററിന് 3 പാർട്സ് ആണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പാർട്സ് പ്രോബ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഈ പ്രോബ് കൊണ്ട് മാത്രം നമുക്ക് എന്താണ് ഈ പ്രഷർ മീറ്ററിനെ ഇഫക്റ്റീവ്ലി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ട്യൂബിങ്ങും കൺട്രോൾ യൂണിറ്റും എന്തായിട്ടും വേണം. അപ്പോൾ ഈ ട്യൂബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് നമ്മുടെ പ്രോബിനെ കൺട്രോൾ യൂണിറ്റ് ആയിട്ട് കണക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. പ്രോബിനെ കൺട്രോൾ യൂണിറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ട്യൂബിംഗ് ആണ്. ആൻഡ് ഈ ഒരു ട്യൂബിങ്ങിലൂടെയാണ് നമ്മൾ എന്ത് വാട്ടറിനെയോ അല്ലെങ്കിൽ ഗ്യാസിനെയോ പമ്പ് ചെയ്ത് നമ്മുടെ ചേംബറിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ എത്തിക്കഴിയുമ്പോഴാണ് അവിടെയുള്ള മെമ്പറൈൻസ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതുമൂലം നമുക്ക് അവിടെ ഉള്ള പ്രഷർ എന്തുമാത്രമാണെന്നുള്ളത് മെഷർ ചെയ്യാനായിട്ടും പറ്റും. അതായത് എത്രമാത്രം പ്രഷറിനെ താങ്ങാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ട്യൂബിംഗ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ട്യൂബിംഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റിനെയും പ്രോബിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിലൂടെയാണ് നമുക്ക് ഗ്യാസ് അല്ലെങ്കിൽ വാട്ടർ നമ്മൾ പമ്പ് ചെയ്ത് നമ്മുടെ ചേംബേഴ്സ് എന്താണ് എക്സ്പാൻഡ് ചെയ്യുന്നതൊക്കെ. അതായത് നമ്മുടെ ഈ ഫിഗറിനകത്ത് കണ്ടോ, ഇതാണ് ഈ ഒരു വയർ പോകുന്നില്ലേ, ഇതാണ് നമ്മുടെ ട്യൂബിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഇതൊരു ഗ്യാസ് സിലിണ്ടർ ആണ്. ഈ ഗ്യാസ് സിലിണ്ടറിലൂടെ നമുക്ക് ഗ്യാസ് ഇനി അല്ലെങ്കിൽ നമുക്ക് വാട്ടർ ആണ് പമ്പ് ചെയ്യണമെങ്കിൽ വാട്ടർ പമ്പ് ചെയ്യാം. ഈ ഒരു ഗ്യാസ് വന്നിട്ട് എന്താണ് ഈ ഒരു കൺട്രോൾ യൂണിറ്റിൽ നിന്ന് പോകുന്ന ഈ ഒരു ട്യൂബിങ്ങിലൂടെ ഗ്യാസ് ചെന്ന് അത് താഴെ എത്തി ഈ ഒരു പ്രോബിലേക്ക് ചെല്ലും. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണ്, ഗ്യാസ് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ അതിനകത്തേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ അതെന്താണ് എക്സ്പാൻഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഒരു പ്രഷർ മീറ്ററിന്റെ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലെ ബ്രെയിൻ എന്താണ്, നമുക്ക് ഓരോ കമാൻഡ് തരുന്നത് ആരാണ്, നമ്മുടെ ബ്രെയിൻ ആണ്. സോ അതുപോലെ തന്നെ ഈ കൺട്രോൾ യൂണിറ്റ് ആണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, അതായത് എന്തുമാത്രം പ്രഷർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബോർഹോളിന്റെ നിയർ ആയിട്ടാണ് സെറ്റപ്പ് ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ട്യൂബിങ്ങിലേക്ക് കണക്ട് ചെയ്തതാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി കൺട്രോൾ യൂണിറ്റ് എന്താണ്, ഇറ്റ് അലൗ us ടു കൺട്രോൾ ദ പ്രഷർ ഇൻസൈഡ് ദ ചേംബേഴ്സ് ആണ്. അതായത് നമ്മൾ വാട്ടറിനെ അല്ലെങ്കിൽ ഗ്യാസിനെ ഒക്കെ പമ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു പ്രഷർ ഉണ്ടാവുമല്ലോ, ആ പ്രഷറിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. ആൻഡ് അതുവഴി നമുക്ക് എന്താണ് റിസൾട്ട് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. സോ ഇത്രയാണ് നമുക്ക് പാർട്സിൽ പറയാനുള്ളത്. പ്രോബ്, അതുപോലെ തന്നെ ട്യൂബിങ്, അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ്. ഇവിടെ ഞാൻ ട്യൂബിങ് എന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരു ഫിഗർ കണ്ടോ, ഈ ഒരു ഫിഗറിനകത്ത് ഇതാണ് നമ്മുടെ ട്യൂബിങ്, വയർ പോയേക്കണ കണ്ടോ, ഇതാണ് ട്യൂബിങ്. ഈ ഒരു സിലിണ്ടറിക്കൽ പോർഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോബ്. ഈ പ്രോബിന്റെ അകത്താണ് എന്തുള്ളത്, ചേംബേഴ്സ് ഒന്നിനു മേലെ ഒന്നായിട്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു റെക്റ്റാങ്കിൾ പോർഷൻ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ്. ആൻഡ് ഈ ഒരു കാണിച്ചിരിക്കുന്നത് എന്താണ്, ഇത് ഗ്യാസ് സിലിണ്ടർ ആണ്, നമുക്ക് ഗ്യാസ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഡ്രില്ലിംഗ് ദ ബോർഹോൾ. പേര് പോലെ തന്നെ എന്താണ്, നമുക്ക് ഏത് ലൊക്കേഷനിലാണോ നമ്മുടെ ടെസ്റ്റ് നടത്തേണ്ടത് ആ ലൊക്കേഷനിൽ നമുക്ക് വേണ്ട ഡിസൈഡ് ഡെപ്ത് എത്രയാണോ അത്രയും ഡെപ്തിലേക്ക് നമ്മളൊരു ബോർഹോൾ ഡ്രിൽ ചെയ്തെടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് പ്രോബ് ഇൻസേർഷൻ. ഞാൻ ഈ ഡാർക്ക് കളറിൽ കാണിച്ചു തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെന്റൻസ് മുഴുവൻ പഠിക്കാനായിട്ട് പറ്റില്ലെങ്കിലും ഈ ഒരു ഡാർക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് ഓർത്ത് വെച്ചാൽ അത് വെച്ച് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കിയെങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത പ്രോബ് ഇൻസേർഷൻ ആണ്. പ്രോബ് ഇൻസേർഷൻ ആ പേര് കേൾക്കുമ്പോൾ എന്താണ്, നമ്മൾ പ്രോബിനെ സോയിലിലേക്ക് ഇറക്കുവാണ് ചെയ്യുന്നത്. ദ പ്രഷർ മീറ്റർ പ്രോബ് ഈസ് കെയർഫുള്ളി ഇൻസേർട്ടഡ് ഇൻ ടു ദ ബോർഹോൾ അണ്ടിൽ ഇറ്റ് റീച്ചസ് ദ റിക്വയർഡ് ഡെപ്ത് വിത്തിൻ സോയിൽ. നമുക്ക് എന്തുമാത്രം ഡെപ്തിലേക്കാണോ വേണ്ടത് ആ റിക്വയർഡ് ഡെപ്തിലേക്ക് നമ്മൾ ഈ പ്രോബിനെ എന്താണ് കെയർഫുള്ളി ഇൻസേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്ലൈയിങ് വാട്ടർ പ്രഷർ. വാട്ടർ പ്രഷർ is gradually applied to the probe, causing the inflatable membrane to press against the walls of the borehole. അതായത് ഇവിടെ അപ്ലൈയിങ് വാട്ടർ പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വാട്ടർ കൊടുക്കാം അല്ലെങ്കിൽ ഗ്യാസ് കൊടുക്കാം. നമ്മൾ ഒരു വാട്ടർ പ്രഷർ അതിനകത്തേക്ക് കൊടുത്തു കഴിയുമ്പോൾ എന്താണ്, അത് ഗ്രാജുവലി പ്രോബ് വഴി നമ്മുടെ ട്യൂബ് വഴി നമ്മുടെ പ്രോബിലേക്ക് എത്തും. പ്രോബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ എന്തുണ്ടെന്ന് പറഞ്ഞാൽ ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള മെംബ്രെയിൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഈ ഒരു വാട്ടറോ ഗ്യാസോ ഇതിനകത്തേക്ക് പമ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ഇത് വീർക്കാൻ തുടങ്ങും. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഇതാണ് നമ്മുടെ സോയിൽ എന്ന് വിചാരിക്കുക. ഇത്രയും ഭാഗത്ത് സോയിലുണ്ട്. നമ്മൾ ആദ്യം ഒരു ബോർഹോൾ കുഴിച്ചത് വേണ്ട ഇത്രയും ലെങ്തിലാണ്. ഈ ബോർഹോളിന്റെ അകത്ത് ആരുണ്ട്, ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള നമ്മുടെ
പ്രോബ് ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്, വാട്ടർ പ്രഷർ നമ്മൾ ഗ്രാജുവലി അപ്ലൈ ചെയ്തു, അതായത് നമ്മൾ വാട്ടറിനെ പമ്പ് ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഈ ഇൻഫ്ലേറ്റബിൾ മെംബ്രെയിൻസ് മൂലം എന്താണ്, ഇത് എക്സ്പാൻഡ് ചെയ്യും. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു, അതായത് എന്താണ്, നമ്മൾ ഗ്യാസോ അല്ലെങ്കിൽ വാട്ടറോ പമ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ആ ഇൻഫ്ലേറ്റബിൾ മെംബ്രെയിൻസ് എക്സ്പാൻഡ് ചെയ്യും, ഒരു ബലൂൺ വീർക്കുന്നത് പോലെ വീർക്കും. അപ്പോൾ തൽക്കാലം ഇതൊരു ബലൂൺ ആണ് നിങ്ങൾ അങ്ങ് അസ്യൂം ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഗ്യാസ് നിറച്ച് കഴിയുമ്പോൾ എന്താണ്, ഈ ബലൂൺ വീർക്കാൻ തുടങ്ങൂലേ, ഈ ബലൂൺ വീർക്കാൻ തുടങ്ങിയത് ഇത്രയും വീർത്തു എന്ന് വിചാരിച്ചു. ആദ്യം ഇത്രയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ പിന്നെ നമ്മളത് വീർപ്പിച്ചപ്പോൾ എന്തായി, ഇത്രയും വീർത്തു. സോ എന്താണ്, ഇത്രയും പോർഷനിൽ എന്തായിരുന്നു, സോയിൽ അല്ലായിരുന്നോ? ഇപ്പൊ ആ ഭാഗത്ത് എന്തായി, നമ്മുടെ ഇൻഫ്ലേറ്റബിൾ മെംബ്രെയിൻസ് വീർത്തു. അപ്പൊ ഇത്രയും സോയിൽ എന്തായി, ഇത്രയും സോയിൽസ് ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്ത് വന്നില്ലേ. അപ്പൊ ഇവിടെ എന്താണ്, ഒരു ഡീഫോർമേഷൻ സംഭവിക്കുകയാണ് ചെയ്തത്, വാട്ടർ പ്രഷർ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ എന്താ ചെയ്തത്, ബോർഹോൾ ഡ്രിൽ ചെയ്തു, ബോർഹോൾ നമുക്ക് ഡിസൈഡ് ഡെപ്ത് വരെ ഡ്രിൽ ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ആ ഡിസൈഡ് ഡെപ്തിലേക്ക് നമ്മൾ നമ്മുടെ പ്രോബിനെ ഇൻസേർട്ട് ചെയ്തു. പ്രോബിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ പ്രഷർ കൊടുത്തു. അപ്പൊ എന്താണ്, ആ ഇൻഫ്ലേറ്റബിൾ മെംബ്രെയിൻസ് വീർത്തു വന്നപ്പോൾ എന്താണ്, അവിടെയുള്ള സോയിൽസിനൊക്കെ കുറച്ച് ഡീഫോർമേഷൻ സംഭവിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പ് അത് കഴിഞ്ഞു. ഇനി അടുത്തത് നാലാമത്തെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്നാലും പോയിന്റ് എന്താണ്, സോയിൽ ഡീഫോർമേഷൻ. ഈ പ്രഷർ as the pressure increases, the soil surrounding the probe begins to deform. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ അതേ സെന്റൻസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ആ കൊടുക്കുന്ന പ്രഷർ, അതായത് ഇപ്പോൾ നമ്മൾ ബലൂൺ വീർപ്പിച്ചുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ അത് വലുതായി വരുമല്ലേ. സോ നമ്മൾ അതുപോലെ തന്നെ ഈ വാട്ടർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, എക്സ്പാൻഷൻ കൂടുതലായിട്ട് വരും. അപ്പോൾ സോയിൽ എന്താണ്, കുറച്ചും കൂടി ഡീഫോം ചെയ്യും. ഓക്കെ, സോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വോളിയം ചേഞ്ച് മെഷർമെന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ചെറിയൊരു ഡീഫോർമേഷൻ സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ എന്താണ്, വോളിയത്തിനും ഒരു ചേഞ്ച് വരും. അതായത് ഒരു വോളിയോമെട്രിക് ഡീഫോർമേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ റിസർവോയറിലുള്ള വാട്ടറിന്റെ വോളിയത്തിന് എന്തെങ്കിലും ചേഞ്ച്, അതായത് നമ്മൾ വാട്ടർ ആണ് ഇതിനകത്തേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഗ്യാസ്. അപ്പോൾ അതിനകത്തുള്ള ആ ഒരു വോളിയം ചേഞ്ച് എത്രയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സോയിലിൽ വരുന്ന വോളിയോമെട്രിക് ഡീഫോർമേഷൻ എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട്, ഇപ്പൊ നമ്മളൊരു പാത്രം എടുത്തു, ആ പാത്രത്തിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കല്ലോ ഒരു ബോളോ എടുത്തിട്ടു എന്ന് വിചാരിച്ചു. അപ്പൊ കുറച്ച് വെള്ളം അതിനകത്ത് നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പൊ എന്തുമാത്രം വെള്ളമാണ് ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്നത്, അതായത് നമ്മൾ ആ ഇട്ട ഒരു കല്ല് അല്ലെങ്കിൽ ബോളില്ലേ, അതിന്റെ ആ വോളിയം എത്രയാണോ അത്രയും വെള്ളമായിരിക്കും ഡിസ്പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ടാവുന്നത്. ആ സെയിം കേസാണ് ഇവിടെയും പറയുന്നത്. അതായത് നമ്മൾ വാട്ടർ പമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തുമാത്രം റിസർവോയറിൽ നിന്ന് വെള്ളത്തിന് എന്തുമാത്രം ചേഞ്ച് ആണോ വന്നത്, അതായിരിക്കും അവിടെ നമ്മുടെ സോയിലിന് വന്ന ഡീഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി പ്രഷർ ഡീഫോർമേഷൻ അനാലിസിസ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പ്രഷർ ഡീഫോർമേഷൻ നമ്മളൊരു പ്ലോട്ട് ചെയ്യും, ഒരു ഗ്രാഫായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യും. അതിനകത്ത് നമുക്ക് ഇതിന്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസിൽ നമ്മൾ പ്രഷർ കൊടുക്കുന്നുണ്ട്, വൈ ആക്സിസിൽ നമ്മൾ ചേഞ്ച് ഇൻ വോളിയം ആണ്. സോ നമുക്ക് ഇതുപോലൊരു കർവ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് ഇതിന് 3 സ്റ്റേജ് ആണുള്ളത്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് എന്താണ്, ഇനിഷ്യേഷൻ സ്റ്റേജ് ആണ്. ഈ A to B എന്ന് പറയുന്നത് ആ തുടങ്ങുമ്പോൾ നമ്മൾ എത്രമാത്രം പ്രഷർ കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഒന്ന് ചെറിയൊരു ഡീഫോർമേഷൻ സംഭവിച്ചു, അതാണ് ഒരു ചെറിയ ചേഞ്ച് ഇൻ വോളിയം B കാണിച്ചു. ആൻഡ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സ്യൂഡോ ഇലാസ്റ്റിക് സ്റ്റേജ് ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു ലീനിയർ പോലെ പോകുന്നുണ്ട്. അതായത് ഇലാസ്റ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എത്ര പ്രഷർ കൊടുത്താലും ഈ ഇലാസ്റ്റിക് സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ആ പ്രഷറിനെ വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് അതിന്റെ ബാക്ക് ടു അതിന്റെ നോർമൽ ഇതിലേക്ക് വരും. അതായത് നമ്മൾ റബ്ബർ എടുത്ത് വലിച്ചു കഴിയുമ്പോൾ എന്താണ്, നമ്മൾ വിട്ട് കഴിയുമ്പോൾ തിരിച്ച് ബാക്ക് ടു അതിന്റെ നോർമൽ ഷേപ്പിലേക്ക് തന്നെ വരില്ലേ, അതാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് സ്റ്റേജ് ആണ്. അതായത് ഈ പ്ലാസ്റ്റിക് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ നമ്മുടെ കൊടുക്കുന്ന ഫോഴ്സിനെ നിർത്തിക്കഴിഞ്ഞാൽ എന്താണ്, പഴയ ഷേപ്പിലേക്ക് വരുമോ, ഇല്ല. റബ്ബർ ബാൻഡിനെ നമ്മൾ കുറേ നേരം വലിച്ച് കുറേ അങ്ങ് അതിന്റെ ഒരു ഇലാസ്റ്റിക് സ്റ്റേജും കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ അത് അതിന്റെ പഴയ സ്റ്റേജിലേക്ക് വരത്തില്ല. സോ അതാണ് ഇവിടെയും ഈ ഒരു 3 സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിമിറ്റ് പ്രഷർ അറ്റ് വിച്ച് അൺലിമിറ്റഡ് എക്സ്പാൻഷൻ ഓക്കേഴ്സ്. അൺലിമിറ്റഡ് എക്സ്പാൻഷൻ എവിടെയാണ് ഓക്കർ ചെയ്യുന്നത്, നമ്മുടെ പ്ലാസ്റ്റിക് സ്റ്റേജിലാണ്. സോ ഈ പ്ലാസ്റ്റിക് സ്റ്റേജിന്റെ ഇവിടെ വരുന്ന ഈ ഒരു പ്രഷർ ഏതാണോ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലിമിറ്റ് പ്രഷർ എന്ന് പറയുന്നത്. ലിമിറ്റ് പ്രഷർ PL is a pressure at which failure occurs. അതായത് ഈ ഒരു പ്രഷർ എത്തുമ്പോഴേക്കും എന്താണ്, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫോഴ്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്നുണ്ടാവും, അപ്പം നമ്മുടെ ഫെയിലിയർ ഉണ്ടാവുന്നത് അവിടെയായിരിക്കും. സോ ഈ ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് ഈ പ്രഷർ മീറ്റർ ടെസ്റ്റിന്റെ യൂസസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും പഠിക്കാനുണ്ട്. ഇപ്പൊ തന്നെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുന്നുണ്ട്. നമുക്ക് ചെറിയ വീഡിയോ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മടുക്കാണ്ട് കാണാൻ പറ്റും. സോ നമുക്ക് യൂസസും ലിമിറ്റേഷൻസും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.